നിങ്ങളുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ എന്ത് തന്നെ ആയാലും അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് വിജയം ഉണ്ടാക്കാനായിട്ട് ഫംഗ്ഷനിലൂടെ സാധിക്കും. ഉദാഹരണത്തിന് നിങ്ങളൊരു വലിയ കടബാധ്യതയിൽ നിൽക്കുകയാണ്. കടബാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വെക്കാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾക്ക് കടബാധ്യതകൾ കാര്യങ്ങളായി. ചിലർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടം തുടങ്ങുന്നതേ ഉള്ളൂ, പക്ഷേ വലിയ കടബാധ്യതയിലേക്ക് വന്നു പോകാനുള്ള സാധ്യതകളുണ്ട്. ഇപ്പോഴേ എന്തെങ്കിലും ഒരു തടയിട്ടില്ലെങ്കിൽ പ്രശ്നമാവും എന്ന് ധരിക്കുന്നവരുമുണ്ട്. അപ്പം ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ബിസിനസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികൾ നിങ്ങൾ അടിക്കടി നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ 1 വന്ന് 2 വന്ന് 3 വരുമ്പോഴത്തേക്കും നിങ്ങൾ ഉടൻ തന്നെ നല്ലൊരു ഫെങ്ഷി കൺസൾട്ടിനെ കാണിച്ചുകൊണ്ട് നിങ്ങളുടെ വീട് കൺസൾട്ട് ചെയ്യേണ്ടതാണ്. ഇപ്പൊ പാലക്കാട് നിന്ന് ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. പാലക്കാട് നിന്ന് ഒരാൾ വിളിച്ചിട്ട് പുള്ളി പറഞ്ഞു, പുള്ളി ഒരു എഞ്ചിനീയർ ആണ്. അപ്പൊ പുള്ളി ഇതണക്ക് കെട്ടിടങ്ങളുടെ പണിയൊക്കെ എടുത്ത് ചെയ്യുന്ന ഒരാളാണ്. പുള്ളി നല്ല കടബാധ്യതയിലേക്ക് നിൽക്കുകയാണ്. ഇദ്ദേഹം ഒരു 4000-4500 സ്ക്വയർ ഫീറ്റിന്റെ വലിയ വീടൊക്കെ ഉള്ള ഒരാളാണ്. പക്ഷെ ഇന്ന് ശരിയാവും, നാളെ ശരിയാവും, മറ്റന്നാൾ ശരിയാവും എന്ന് പറഞ്ഞ് ഇയാൾ ഓരോന്ന് ചെയ്യുന്ന അനുസരിച്ചിട്ട് ഇയാൾ അവിടെ നിന്ന് കടം വാങ്ങിക്കുന്നു, ഇവിടെ നിന്ന് കടം വാങ്ങിക്കുന്നു, സ്വർണം വിൽക്കുന്നു, ഇതെല്ലാം കൊണ്ടുപോയി ഇതിൽ ചെയ്യുകയാണ്. പക്ഷെ ഈ ഓരോന്ന് ചെയ്യുന്നതും പൈസ കയ്യിൽ നിന്ന് പൊയ്ക്കൊണ്ടേ ഇരിക്കുവാണ്. ഇന്ന് ശരിയാവും, നാളെ ശരിയാവും എന്ന് പറഞ്ഞ് ഇയാൾ കിട്ടുന്നിടത്ത് എല്ലാം വാങ്ങിച്ചു. ഇപ്പൊ എങ്ങൊന്നും കിട്ടാൻ മാർഗമില്ല. ഇയാളാണെങ്കിൽ വലിയ കടക്കണിയിലാവും. അപ്പം അതുവരെയൊന്നും നിങ്ങൾ കാത്തു നിൽക്കരുത്. നിങ്ങൾക്കൊരു പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഇതെന്റെ കൈ നിൽക്കില്ല, ഇതിന് ഞാൻ എന്തെങ്കിലും ഒരു തടയിട്ടേ മതിയാവൂ എന്ന് പറഞ്ഞ് അപ്പൊ തന്നെ നിങ്ങളൊരു ഫെങ്ഷി കൺസൾട്ടിനെ കാണിക്കുന്നത് നല്ലതായിരിക്കും. എന്തുകൊണ്ട് ഫെങ്ഷി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പൊളിച്ചു മാറ്റലുകൾ ഇല്ലാതെ കാര്യങ്ങൾ കറക്റ്റ് ചെയ്ത് വലിയ റിസൾട്ടുകൾ നേടിക്കൊടുക്കാനായിട്ട് ഫെങ്ഷുയ്ക്ക് കഴിയും. എല്ലാ വാതിലുകളിലും അടഞ്ഞ് ഇനി എന്തെന്ന് ആലോചിച്ച് നിൽക്കുന്ന സമയത്താണ് നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ ഫെങ്ഷി ചെയ്യുന്നത്. ഫെങ്ഷി ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്കിലൊരു വ്യത്യാസമുണ്ട്. ഫെങ്ഷി കൺസൾട്ട് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല, അതിനനുസരിച്ചിട്ടുള്ള പരിഹാരങ്ങളും കൂടെ ചെയ്യുമ്പോഴത്തേക്കാണ് ആ ഒരു പൂർണ്ണ റിസൾട്ട് വരുന്നത്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ കറക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും. ഇന്ന് ഫെങ്ഷി ചെയ്ത് നാളെ തൊട്ട് തന്നെ നിങ്ങളുടെ ജീവിതം അടിമുടി മാറുമെന്നല്ല പറയുന്നത്. ഒരു വാട്ടർ ടാങ്കിലേക്ക് വെള്ളം ഇറ്റിറ്റായി വീണ് ആ വാട്ടർ ടാങ്ക് ഫില്ല് ചെയ്യുന്നത് പോലെ കുറേച്ചെ നിങ്ങളുടെ പ്രശ്നങ്ങൾ സോൾവ് ആയി പല സ്ഥലങ്ങളിൽ നിന്നുള്ള പൈസകളൊക്കെ വന്നിട്ട് നിങ്ങൾക്ക് ഇത് ഗ്രോത്ത് ഉണ്ടാവാനായിട്ട് സാധിക്കും. ഇപ്പോൾ അടുത്ത സമയത്തല്ല, ഒത്തിരി വർഷങ്ങളായിട്ട് ഒരു സ്ഥലത്ത് കൺസൾട്ടിങ്ങിന് പോയപ്പോഴത്തേക്ക് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പോൾ അവർ വീടിന്റെ പുതുക്കിയോ ചില സ്ഥലങ്ങളൊക്കെ അവർക്ക് മിസ്സിങ് ഉണ്ടായിരുന്നു, അത് പുതുക്കി ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പോൾ പറഞ്ഞു, സാറേ ഇപ്പൊ ചെയ്യാനായിട്ട് നമ്മുടെ പൈസ ഇല്ല, ഇപ്പൊ നമുക്ക് ഫെങ്ഷുയുടെ പരിഹാരങ്ങൾ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവർക്ക് ഫെങ്ഷുയുടെ പരിഹാരങ്ങൾ ചെയ്തു. അപ്പോൾ അവർക്ക് അടുത്ത സ്റ്റെപ്പ് എങ്ങനെ ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ നിൽക്കുന്ന ഒരു ഫാമിലിയാണ്, തിരുവനന്തപുരത്തുള്ളതാണ് ആ ഫാമിലി. അവര് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ഇവരെന്നെ വിളിച്ചു. 6 മാസമായെന്ന് തോന്നുന്നു, ഇത് ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു കാര്യമാണ്. 6 മാസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ ഒന്ന് വരണം എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ പോയപ്പോഴത്തേക്ക് അവർ പറഞ്ഞു, സാറേ നമുക്ക് ആ വീട് പുതുക്കി പണിയുന്നതിന്റെ പ്ലാൻ തരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ആ പുതുക്കി പണിയുന്നതിന്റെ പുതിയ പ്ലാൻ വരച്ച് അവർക്ക് കൊടുത്തു. അപ്പോൾ അവര് അന്നത്തെ ലെവലിൽ നിന്നും ഒത്തിരി വ്യത്യാസമായപ്പോൾ ഞാൻ അവരടുത്ത് ചോദിച്ചു, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, നമ്മളൊരു ചെറിയ കച്ചവടം നടത്തി എന്ന് പറഞ്ഞാൽ ചെറിയ 1-2 സെന്റ് വിറ്റപ്പോഴത്തേക്ക് അവര് ഉദ്ദേശിച്ചതിനെക്കാട്ടിയും പൈസ അവർക്ക് കിട്ടി. ഞാൻ ചോദിച്ചു, 1-2 സെന്റ് വിറ്റപ്പോൾ ഇത്രയും പൈസ കിട്ടിയാന്ന് ചോദിച്ചു. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനിതിവിടെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും ഫെങ്ഷി ചെയ്യുമ്പോഴുള്ള മാറ്റം. ഇപ്പൊ നമുക്കറിയത്തില്ല നമ്മൾ ആരാണ് സഹായിക്കുന്നത്, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരാളായിരിക്കും നമ്മുടെ ജീവിതത്തിലേക്ക് വന്നത്. അവർക്ക് ഇവിടെ സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തിരുവനന്തപുരത്ത് ഒരു ലാൻഡ് ഉണ്ടായിരുന്നു. പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഈ രീതിയിലാണ് അവരുടെ ലാൻഡ് നിൽക്കുന്നത്. ഒരു ഏകദേശ പിക്ചറാണ് ഞാൻ ഇവിടെ പറയുന്നത്. അപ്പം ഇതിന്റെ തൊട്ടടുത്ത് ഇവിടെ ഉള്ള ഒരു വലിയ പ്രോപ്പർട്ടി വേറെ ഒരു ബിൽഡേഴ്സ് വന്ന് വാങ്ങിച്ചു. ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കാര്യമാണ് പറയുന്നത്. ഒരു ബിൽഡേഴ്സ് വന്ന് ഈ പ്രോപ്പർട്ടി വാങ്ങിച്ചു. ഇത് ഇവരുടെ ലാൻഡാണ്. ഇവർക്ക് ഇവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെയാണ് ഇതിന്റെ റോഡ് വന്നിരിക്കുന്നത്. റോഡ് ഇങ്ങനെയാണ് കടന്നു പോകുന്നത്. ഇവർക്ക് ഈ പ്രോപ്പർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ റോഡില്ല. ഇവരെന്ത് ചെയ്തു, ഇത്രയും ഭാഗം ഈ ബിൽഡേഴ്സിന് കൊടുത്തു. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം 1 സെന്റോ 2 സെന്റോ മാത്രമാണ്, ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല, ഇവരുടെ കയ്യിൽ നിന്ന് പോയത്. ഇവർക്ക് ഇത്രയും വസ്തുവേ ഇവിടെ നിന്ന് പോയിട്ടുള്ളൂ. മറ്റവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഇവിടെ നിന്ന് ഇതിനകത്തോട്ട് കയറാനായിട്ടുള്ള വഴിയായി. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് 1 സെന്റോ മറ്റോ മാത്രമേ പോയിട്ടുള്ളൂ. ഇവർ ചോദിക്കുന്ന കാശും അതിലധികവും മറ്റേ ബിൽഡേഴ്സ് കൊടുത്തു. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഒന്നും നഷ്ടപ്പെടാനായിട്ട് സംഭവിച്ചതുമില്ല. പക്ഷെ ഇവർക്ക് വലിയൊരു എമൗണ്ട് കിട്ടി എന്ന് പറയുന്നത് പോലെ നമ്മൾ പോയിപ്പോ എനിക്ക് നിങ്ങളടുത്ത് പറയാൻ പറ്റില്ല, നിങ്ങൾക്ക് ഇന്നത് കിട്ടും മറ്റത് കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ വീടിന്റെ ഫെങ്ഷി ചെയ്ത് അതിന്റെ ബാലൻസ് കറക്റ്റ് ആകുമ്പോൾ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത ചില അവസരങ്ങളും ചില നേട്ടങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് ഫെങ്ഷി മൂലം വരും.
അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ മാറ്റങ്ങളുണ്ടാവും. നിങ്ങൾ എന്ത് രീതിയിൽ നിന്നാലും അതിനെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരാനായിട്ട് ഫെങ് ഷൂയിലൂടെ സാധിക്കുന്നതാണ്.